السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، فأعوذ بالله من الشيطان الرجيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. സൂറത്ത് യാസീനിലെ 19 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ആയത്തുകളിൽ ഒരു നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രവാചകന്മാരെ അയക്കുകയും അവർ വന്ന് ആ ജനതയോട് ഇസ്ലാമികമായ ഉത്ബോധനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അവർ ആ 2 നബിമാരെയും നിഷേധിച്ചു. അപ്പോൾ ആ 2 നബിമാരുടെ തൗഹീദി പ്രബോധനത്തിന് ശക്തി പകരുവാനെന്ന നിലക്ക് മൂന്നാമനായ ഒരു റസൂലിനെ കൂടി അല്ലാഹു അവരിലേക്ക് നിയോഗിച്ചു. എന്നാൽ ആ 3 ആളുകളെയും അവർ നിഷേധിക്കുകയാണുണ്ടായത് എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ നാട്ടിൽ എത്തിയതിൻ്റെ ശേഷം നിങ്ങൾ കാരണമായി ഈ നാടിനും നാട്ടുകാരായ ഞങ്ങൾക്കുമൊക്കെ ദുശ്ശഗുണമാണ് ബാധിച്ചിട്ടുള്ളത്, മുസീബത്തുകളാണ് ബാധിച്ചിട്ടുള്ളത് എന്ന പരിഹാസത്തിൻ്റെയും ദുരാരോപണത്തിൻ്റെയും വാക്കുകൾ കൂടി അവർ പറഞ്ഞപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദുശ്ശഗുണങ്ങളും നിങ്ങൾക്കുള്ള മുസീബത്തുകളുമൊക്കെ നിങ്ങളിൽ നിന്ന് തന്നെ, അഥവാ നിങ്ങളുടെ ദുഷിച്ച വിശ്വാസ സംസ്കാര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതേപോലെ തന്നെ അവരോട് അതിൻ്റെ ഗൗരവം കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. നിങ്ങൾ വളരെ അതിര് കവിഞ്ഞ ഒരു ജനതയാണ്. അവർ ഇവരുടെ നേരെ വധഭീഷണി മുഴക്കി, നിങ്ങളിത് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കും, വളരെ വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കും തുടങ്ങിയിട്ടുള്ള കുറേ ഭീഷണികളും കാര്യങ്ങളുമൊക്കെ അവർ ഈ പ്രവാചകന്മാരുടെ നേരെ പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ ഈ ഒരു ചരിത്ര വിവരണത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ കാര്യം വളരെ വ്യക്തമായി ആ നാട്ടുകാർ, അസ്ഹാബുൽ ഖറിയ, ആ നാട്ടുകാർ പ്രവാചകന്മാരെ, ആ പ്രവാചകന്മാരുടെ ആശയാദർശങ്ങളെയും കളവാക്കി എന്നുറപ്പായി. ഈ വിവരം അങ്ങകലെയുള്ള ഒരു നല്ലവനായ മനുഷ്യൻ അറിയുകയാണ്. തൻ്റെ നാട്ടുകാർ പ്രവാചകന്മാരവരിലേക്ക് നിയോഗിതരായിട്ട് ആ നബിമാരുടെ ദൗത്യത്തെ അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വിവരം ഈ പ്രവാചകന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാടിൻ്റെ അങ്ങേ തലക്കലുള്ള ഒരു നല്ലവനായ മനുഷ്യൻ, അദ്ദേഹം ഈ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരികയും ചെയ്തയാളാണ്. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ നാട്ടുകാർ ഈ നബിമാരെയൊക്കെ ഒന്നടങ്കം കളവാക്കുകയാണ്, പരിഹസിക്കുകയാണ്, ധിക്കാരത്തിൻ്റെ സംസാരങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ
അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം താമസം വിന ഈ നാട്ടുകാരുടെ അടുക്കൽ പാഞ്ഞെത്തുന്ന രംഗമാണ് ഇനി അങ്ങോട്ടുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതാണ് വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ എന്ന വാചകത്തിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. വജാഅ വരികയും ചെയ്തു. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. ജാഅ വജാഅ വന്നെത്തുകയും ചെയ്തു. എവിടെ നിന്ന്? മിൻ അഖ്സൽ മദീനത്തി, മദീനയുടെ അഥവാ ആ രാജ്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്. അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേതല, അങ്ങേ അറ്റം എന്നുള്ളതിനാണ് എന്ത് പ്രയോഗിക്കുക? അഖ്സ. മസ്ജിദുൽ അഖ്സ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങേ അറ്റത്തെ പള്ളി, അങ്ങേ അറ്റത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ഇങ്ങേ അറ്റത്ത് മക്കയിലെ മസ്ജിദുൽ ഹറാം, വസത്തില് മധ്യത്തിൽ മദീന മസ്ജിദുൻ നബവി. അപ്പോൾ അതുകൊണ്ടാണത് മസ്ജിദുൽ അഖ്സ, അങ്ങേ അറ്റത്തെ പള്ളി. ഇവിടെ മിൻ അഖ്സൽ മദീനത്തി, ഇവിടെ അൽ മദീന എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ അൽ ഖറിയ, അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞല്ലോ, ആ നാട്ടുകാർ, ആ നാട്ടുകാരെ ആ നാടിൻ്റെ അങ്ങേ തലക്കൽ നിന്ന് വരികയും ചെയ്തു. റജുലുൻ, ഒരാൾ. റജുലുൻ, ഒരാൾ. അദ്ദേഹം ആരായിരുന്നു എന്ന മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ മിക്ക മുഫസ്സിരീങ്ങളും പറയുന്നത് ഹുവ ഹബീബുൻ നജ്ജാർ എന്നാണ്. ഹബീബുൻ നജ്ജാർ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പ്രവാചകന്മാരിലൊക്കെ വിശ്വസിച്ച് ഒരു മുഅ്മിനായി ഒറ്റപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഈ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ ഇവർ വസത്തിലാണ്, ഒരു മധ്യപ്രദേശത്താണ് ഈ പ്രവാചകന്മാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാൽ ഈ മനുഷ്യർ കിടക്കുന്നത് എവിടെയാണ്? രാജ്യത്തിൻ്റെ അങ്ങേ അറ്റത്താണ്. അപ്പോൾ അവിടേക്ക് അദ്ദേഹത്തിന് വിവരം കിട്ടി, എൻ്റെ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ ദൂതന്മാർ വന്നിട്ട് ആ ദൂതന്മാരെ അവർ അടച്ചാക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്, അവർ വിശ്വസിക്കുന്നില്ല എന്ന വിവരം കിട്ടിയപ്പോൾ, വിവരം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം പാഞ്ഞെത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. വജാഅ, വരികയും ചെയ്തു, മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിൻ്റെ അങ്ങേ തലക്കൽ നിന്ന്, റജുലുൻ, ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ അധിക വ്യാഖ്യാതാക്കളും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഹബീബുൻ നജ്ജാർ, ഹബീബുൻ നജ്ജാർ എന്നായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നത് നോക്കൂ. യസ്ആ, ഓടി വരികയാണ്, ഓടി വരികയാണ് ഒരു മനുഷ്യൻ. അതാണ് യസ്ആ, സഅ യസ്ആ. കുറച്ച് അധ്വാനിച്ച് നടക്കുന്നതിന്, അധ്വാനിച്ച് ഓടുന്നതിന്, വലിയ പരിശ്രമത്തിനൊക്കെയാണ് എന്ത് പ്രയോഗിക്കുക? സഅയ്, സഅ എന്നൊക്കെ പറയുന്നത്. സഫാ മർവക്കിടയിൽ നടത്തം എന്നല്ല പറയാ, സഅയ്. അസ്സഅയു ബൈന സഫാ വൽ മർവ, സഫാ മർവക്കിടയിലെ സഅയ് എന്ന് പറയാൻ കാരണം അത് കുറച്ച് പ്രയാസകരമായ നിലക്ക് കുറച്ച് സ്പീഡിലുള്ള ഓട്ടം അതിൻ്റെ ഇടക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ സ്പീഡിൽ ഒരാൾ മദീനയുടെ അഥവാ ഈ പട്ടണത്തിൻ്റെ അങ്ങേ തലക്കൽ നിന്ന് വന്നെത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ. അദ്ദേഹം വളരെ സ്നേഹത്തോടെ തൻ്റെ നാട്ടുകാരെ വിളിക്കുകയാണ്. എൻ്റെ ജനങ്ങളെ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ, അൽ മുർസലീൻ, മുർസലുകളെ നിങ്ങൾ പിൻപറ്റുവീൻ, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് ആ മനുഷ്യൻ വന്നുകൊണ്ട് അവരോട് പറയുകയാണ്. ഇവിടെ നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി പോകണം. ഇവിടെ വജാഅ മിൻ അഖ്സൽ മദീന, മദീനയുടെ അങ്ങേ തലക്കൽ നിന്ന് വന്നെത്തുന്നു. റജുലുൻ, ഒരാൾ. യസ്ആ, അയാൾ ഒട്ടും സമയം പാഴാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന മെസ്സേജ് ഇനി അത് വൈകിക്കൂടാ. തൻ്റെ ജനങ്ങൾ പ്രവാചകന്മാരെ നിഷേധിക്കുകയാണ്, അവർക്ക് കടുത്ത ശിക്ഷ വരാൻ പോകും. ആ നിലക്കുള്ള ഒരു ഭീകരമായ അവസ്ഥയിൽ തൻ്റെ നാട്ടുകാരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നന്നാക്കണം, അവർക്ക് ഈ ദഅവത്ത് എത്തിക്കണം, അവരോട് ഈ കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം എന്ന് വിവരം കിട്ടിയ ഉടനെ തന്നെ ദൂരദേശത്ത് നിന്ന് അഥവാ അങ്ങേ തലക്കൽ നിന്ന് ഈ മനുഷ്യൻ ഓടിക്കതച്ചുകൊണ്ട് വന്ന് ഒട്ടും സമയം പാഴാക്കാതെ പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ കളവാക്കല്ല വേണ്ടത്. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ, അൽ മുർസലീൻ, നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഈ പ്രവാചകന്മാരുണ്ടല്ലോ, ഇപ്പൊ 2, 1, 3 നബിമാരായില്ലേ, ആ 3 മുർസലുകളെയും ദൂതന്മാരെയും നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് അദ്ദേഹം അവരോട് വന്ന് പറയുകയാണ്. ഇതേപോലെയുള്ളൊരു സമാനമായ ആയത്ത് നമുക്ക് സൂറത്തുൽ ഖസസിലും കാണാൻ സാധിക്കും. അവിടെ പക്ഷേ വജാഅ റജുലുൻ തുടങ്ങുന്നത്.
വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ ഖാല യാ മൂസാ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. അവിടെ വേറൊരു വിഷയം പറയാനാ വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് മൂസാ അലൈഹിസ്സലാമിനെ കൊല്ലുവാൻ ആ നാട്ടിലെ ആളുകൾ പ്ലാൻ ചെയ്ത വിവരം കിട്ടിയപ്പോൾ മദീനയുടെ അഥവാ രാജ്യത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് വജാഅ റജുലുൻ ഒരാൾ വന്നു, മിൻ അഖ്സൽ മദീനതി രാജ്യത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് യസ്ആ ഓടിക്കതച്ചുകൊണ്ട് അയാൾ വന്നിട്ട് മൂസ നബിയോടാണ് അവിടെ പറയുന്നത്. ഖാല യാ മൂസ, മൂസ ഇന്നൽ മലഅ ഈ നാട്ടിലെ പുരുഷാരം, ഈ നാട്ടിലെ ജനങ്ങൾ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക താങ്കളെ കൊല്ലുവാൻ അവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഫഖ്റുജ് ഈ രാജ്യം വിട്ട് അങ്ങ് പുറത്തേക്ക് പോകണം. ഇന്നി ലക മിനൻ നാസിഹീൻ ഞാൻ താങ്കളുടെ ഒരു ഗുണകാംക്ഷിയാണ്, പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോളണം എന്ന ആ വിവരം അറിയിക്കാനാണ് ആ സൂറത്തുൽ ഖസസിൽ ഒരാൾ പാഞ്ഞെത്തി എന്ന് പറയുന്ന രംഗം അവിടെ പറയുന്നത്. അവിടെ ഇവിടെയായിട്ടുള്ള ആയത്തിൻ്റെ പ്രതിപാദന ശൈലിയിലെ വ്യത്യാസമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ വഖാല വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി റജുലുൻ എന്നാണ്, അവിടെയോ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ എന്നാണ്. രണ്ടും സമാനമായ ആയത്തുകളാണ്, രണ്ടും ഓരോ മുന്നറിയിപ്പുകളാണ്. ഇതിനാണ് ഏറ്റവും ഗൗരവം. ഈ നബിമാരോട് വന്നിട്ട് നബിമാരെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുന്ന ആ ഒരു ഉപദേഷ്ടാവായിക്കൊണ്ട് പാഞ്ഞെത്തിയ അദ്ദേഹവും മറ്റൊന്ന് മൂസാ അലൈഹിസ്സലാമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവുമായി പാഞ്ഞെത്തിയ മറ്റൊരു മൂമിനായ മനുഷ്യനും, ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ഇതേപോലെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ ഒന്ന് സൂറത്ത് യാസീനിലും മറ്റൊന്ന് സൂറത്ത് ഖസസിലും അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പിന്നെ മഹാനായ ഈ വ്യക്തിത്വം ഈ ജനങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടെ അവരോട് പറയാണ്, നിങ്ങൾ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റണം, അവർ നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്താണ് അവർ പറയുന്ന ഈ ദൗത്യവുമായിട്ട് നിങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? ആ മുർസലുകൾ നിങ്ങളെ ക്ഷണിക്കുന്നത് യഥാർത്ഥമായ വഴിയിലേക്കാണ്. എല്ലാ ദൂതന്മാരും പറഞ്ഞ അതേ മാർഗത്തിലേക്കാണ് അവരും നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്താണ് എല്ലാ ദൂതന്മാരും അവരുടെ ജനതയോട് ആദ്യം പറഞ്ഞ വർത്താനം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഏതൊരു നബിമാര് ഏതൊരു സമൂഹത്തിൽ വന്നിട്ടുണ്ടോ അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹു അറിയിച്ചതാണത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി ആ റസൂലിലേക്ക് നാം വഹീ കൊടുത്തിട്ടല്ലാതെ. എന്താ ജനങ്ങളോട് ആദ്യം പറയേണ്ട വർത്താനം? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ ഒരാരാധ്യനില്ല, ഫഅ്ബുദൂൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുകയും. ലോകത്ത് വന്ന എല്ലാ നബിമാരും ആ സമൂഹത്തോട് ആദ്യം പറയുന്ന വർത്താനം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടാണത്? അതാണ് പ്രധാനം, അതാണ് ബേസ്, അതാണ് അടിത്തറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഴച്ചു പോയിട്ട് ബാക്കി ഏത് കാര്യങ്ങൾ ചെയ്താലും ശരിയാകൂല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ അമലുസ്സാലിഹാത്ത് പറയുന്നതിൻ്റെ സൽക്കർമ്മങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ എന്തു പറയും? ഈമാൻ പറയും, അല്ലേ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി എന്ന് വല്ലസറിൽ പറയുന്നു. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി എന്ന് സൂറത്തുൽ ബയ്യിനയിൽ പറയുന്നു. അവിടെയൊക്കെ ആദ്യം ഈമാനാ പറയുന്നത്. കാരണം ഈമാൻ ശരിയാവാത്തവൻ്റെ കർമ്മങ്ങൾ എന്താവൂല? പരിഗണിക്കപ്പെടൂല. ഒരു അമല് സൽക്കർമ്മമാവണമെങ്കിൽ തന്നെ ഫസ്റ്റ് ഉപാധി എന്താണ്? ഈമാൻ ഉണ്ടാകണം. ഈമാനില്ലാത്തവൻ്റെ കർമ്മത്തിന് വിലയില്ല. അതുകൊണ്ടാണ് ഈമാൻ ശരിയാവാത്തവൻ ഇവിടെ എത്ര വലിയ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടൂല എന്ന് പറയുന്നത്. അവൻ്റെ പ്രവർത്തനത്തിന് വിലയില്ല. കാരണം പ്രവർത്തനങ്ങൾക്ക് ഫലം നൽകേണ്ടുന്ന അള്ളാഹു നിശ്ചയിച്ച ആദ്യ ഉപാധി പൂർത്തിയാക്കാത്തവൻ പിന്നെ ആർക്ക് വേണ്ടിയാ അമല് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ അവൻ്റെ അമലിന് അള്ളാഹു ഒരു വാല്യൂവും കൽപ്പിക്കുകയില്ല. അതാണ് മറ്റുള്ള എത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നേതാക്കളായാലും കാര്യമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ഈമാൻ പൂർണ്ണമായവരുടെ അമലുകൾക്ക് മാത്രമേ പരലോക കോടതിയിൽ വിലയുണ്ടാവുകയുള്ളൂ. അല്ലാത്തതിനൊന്നും ഒരു വിലയും ഉണ്ടാവുകയില്ല. ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും എന്ത് പറഞ്ഞത്? ഇന്നയാളും ഇന്നയാളും ഒക്കെ സ്വർഗത്തിലുണ്ടാവും, മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല, മറ്റേ ആളില്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല, അവരൊക്കെ ഇല്ലാത്ത സ്വർഗത്തിലേക്ക് എന്തിനാ അപ്പം ഞാൻ പോണത് എന്നൊക്കെ ചില വിഡ്ഢികൾ പറയാൻ കാരണം ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും പഠിക്കാത്തത് കൊണ്ടാണ്. ഒരാൾക്ക് സ്വർഗം അള്ളാഹു നൽകുന്നത് അയാളുടെ പേരും മറ്റൊന്നും നോക്കിയിട്ടല്ല, അയാളുടെ വിശ്വാസം എന്താണ്.
വിശ്വാസം കറക്റ്റാണോ ആ വിശ്വാസത്തെ ബേസാക്കിക്കൊണ്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത ഒരു മനുഷ്യന് നേടിക്കൊടുക്കുകയുള്ളൂ. നേരെ മറിച്ച് വിശ്വാസമൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഇവിടെ നല്ല നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. പരലോക കോടതിയിൽ അതിനൊരു വിലയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം തന്നെ ആദ്യം ശരിയാവേണ്ടത് എന്താണ്? ഈമാനാണ്, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം അതാണ് ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റൂട്ട്സ് പോലെ, കാണ്ഡം പോലെ, ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൗണ്ടേഷൻ പോലെ, മനുഷ്യ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹാർട്ട് പോലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ഇസ്ലാമിൽ മനുഷ്യൻ്റെ അഖീദ, അതല്ലെങ്കിൽ ഈമാൻ, അതല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തൗഹീദ്. അത് ശരിയാവാത്ത ഒരു അമലിനും ഒരു വിലയും ഉണ്ടാകൂല. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലാകണമെങ്കിൽ ഈമാൻ ശരിയാവണമെന്നാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ ഈമാനിന് വല്ല പുഴുക്കുത്തും വരുന്നുണ്ടോ? എൻ്റെ ഈമാനിന് വല്ല തകരാറും വരുന്നുണ്ടോ? ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ നവീകരിക്കുവീൻ, പുതുമയുള്ളതാക്കുവീൻ, നല്ല മോടി പിടിപ്പിക്കുവീൻ. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖേന. തൗഹീദിൽ നിന്ന് പഴച്ചു പോകാൻ പാടില്ല. ഈമാനിൽ അല്പം പോലും ലവലേശം തകരാറ് സംഭവിക്കാൻ പാടില്ല. കാരണം അതാണ് ബേസ്. അത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് തൗഹീദിനെ കുറിച്ച് പഠിക്കണം, ശിർക്ക് ജീവിതത്തിൽ വരാതെ നോക്കണം എന്നൊക്കെ ഇത്ര ഗൗരവമായി നമ്മൾ നാടൊട്ടാകെ സ്റ്റേജുകളിലൂടെ, അതുപോലെ തന്നെ ലേഖനങ്ങളിലൂടെ, ഉത്ബോധനങ്ങളിലൂടെ നമ്മോടും പൊതുജനങ്ങളോടും നമ്മൾ തൗഹീദിൻ്റെ പ്രാധാന്യം ഇത്രത്തോളം പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ശരിയാവാഞ്ഞാൽ വേറെ എല്ലാം ബാത്തിലായിനാണ്. ആരായിട്ടും കാര്യമല്ല. നബിമാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ്. വലഖദ് ഊഹിയ ഇലൈക, അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക, നബിയെ താങ്കൾക്ക് നാം വഹി നൽകിയിട്ടുണ്ട്, വഹി നൽകപ്പെട്ടിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാർക്കും ബോധനം നൽകപ്പെട്ട ഒരു വിഷയം എന്താണ്? ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന, നീ ആയിത്തീരുക തന്നെ ചെയ്യും. മിനൽ ഖാസിരീൻ, പരാജിതരുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യും. ഇത് അല്ലാഹു തആല പറഞ്ഞത് ആരോടാ? നബിമാരോടാ. മഹാന്മാരായ നബിമാരിൽ നിന്ന് ഒരിക്കലും മഹാപാപമായ ശിർക്ക് സംഭവിക്കുക പോലുമില്ല. എന്നിട്ടും എന്തിനാ അള്ളാഹു അവരോടിത് പറഞ്ഞു എന്ന് നമ്മളോട് പറയുന്നത്? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ നബിമാരുടെ കാര്യത്തിൽ പോലും റബ്ബ് ഇതിൽ വിട്ടുവീഴ്ച ചെയ്യൂല എന്നാണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ തൗഹീദ് തകരുന്നത് സൂക്ഷിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് നബിമാരുടെ കാര്യം പറഞ്ഞത്. അമ്പിയാക്കളിൽ നിന്ന് ശിർക്ക് വരൂല എന്ന് ഉറപ്പാണ്. കാരണം അവർക്ക് നമ്മളെപ്പോലെയല്ല. അവരിൽ നിന്ന് വൻപാപങ്ങളൊക്കെ വരാതെ റബ്ബിൻ്റെ പ്രത്യേകമായ ഇസ്മത്ത്, പ്രൊട്ടക്ഷൻ ഉണ്ട്. നബിമാർക്കൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സാധാരണക്കാരായ നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. നമുക്ക് ഏത് ചളിക്കുണ്ടിലും ഏത് പാതാളത്തിലും ഏത് തിന്മയിലും പോയി വീണേക്കാം. നബിമാർക്ക് അങ്ങനെയല്ല. അവരതിലേക്കൊന്നും പോകാതെ ആകുമ്പോഴേക്ക് റബ്ബിൻ്റെ ഒരു പ്രത്യേക വലയം, ഒരു സുരക്ഷാ വലയം, ഇസ്മത്ത്, അതാണ് അമ്പിയാക്കൾ മഅ്സൂമുകളാണെന്ന് പറയുന്നത്. പ്രവാചകന്മാരക്കാരാണ്, മഅ്സൂമുകളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തെറ്റിയാൻ കഴിവില്ലാത്തവരെന്നല്ല, അത് മലക്കുകളാണ്. തെറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സൃഷ്ടികൾ ഈ ലോകത്ത് മലക്കുകളേ ഉള്ളൂ. മനുഷ്യർക്കൊക്കെ തെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ആ നബിമാരായിട്ടുള്ള വ്യത്യാസം എന്താണ്? നബിമാരിൽ നിന്ന് തെറ്റുകൾ അവർക്ക് വരാൻ പറ്റും, പക്ഷേ അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം അവർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് അവരിൽ നിന്ന് അങ്ങനത്തെ ഒരു മഹാപാപവും എന്ത് ചെയ്യൂല, വരൂല. പിന്നെന്തിനാ നബിമാരെ വിളിച്ചിട്ട് ഇത് പറഞ്ഞത്? നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്ത് പോയാൽ നിങ്ങളെ അമലൊക്കെ പൊളി എന്ന് പറഞ്ഞാൽ എന്തിനാ? നമ്മൾ പഠിക്കാനാ. അവരുടെയൊക്കെ കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ശിർക്ക് ജീവിതത്തിൽ വരാൻ പാടില്ല. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ. മറ്റു മതക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം പറയേണ്ടതില്ല. മുസ്ലിം സൊസൈറ്റിയിൽ തന്നെ പെട്ട ധാരാളം ആളുകൾ ഇന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ശൈഖന്മാരെയും തങ്ങന്മാരെയും ബീവിമാരെയും. അങ്ങനെ മഖ്ബറകളിൽ ചെന്നും ചെല്ലാതെയും മാലപ്പാട്ടുകളിലൂടെ, മൗലിദ് കിതാബുകളിലൂടെയൊക്കെ അവർ റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഖേദകരമായ അവസ്ഥയാണിന്നുള്ളത്. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനാണ് ഈ മനുഷ്യൻ ഓടി വരുന്നത്. കണ്ടോ, ഈ മനുഷ്യൻ ഓടിക്കതച്ച് അഖ്സൽ മദീനയിൽ നിന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ജനങ്ങളെ, നിങ്ങളോട് ഈ തൗഹീദ് പറയാമെന്ന് നബിമാരെ നിങ്ങൾ തള്ളുക.
ഇങ്ങനെ നിങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയ ജനങ്ങൾ വേറെ ഉണ്ടാവുമോ? 3 നബിമാരല്ലേ നിങ്ങളെ നന്നാക്കാൻ ഈ നാട്ടിൽക്ക് അല്ലാഹ് നിയോഗിച്ചിട്ടുള്ളത്. അവരെയൊക്കെ പിൻപറ്റിയല്ലേ നിങ്ങൾ വേണ്ടത്. എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? അതുകൊണ്ട് എൻ്റെ ജനങ്ങളെ, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, വിഡ്ഢികളെ എന്ന് വിളിച്ചില്ല, വിവരം കെട്ട ജനങ്ങളെ എന്ന് വിളിച്ചില്ല. അങ്ങനെയൊന്നും പറയാതെ അവരെ ഹൃദയത്തെ കീഴടക്കുന്ന വിളിയാ വിളിക്കുന്നത്. യാ ഖൗം, എൻ്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, ഈ അയക്കപ്പെട്ട മുർസലുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പിൻപറ്റുവീൻ എന്ന് അദ്ദേഹം ആമുഖമായി പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആരെയാണ് ഇവിടെ പിൻപറ്റുന്നത്? ഇവരാരാണ്? ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ. വീണ്ടും പറയാണ്, ശക്തിപൂർവമായിട്ട് പറയാണ്, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ. ആരെ? മൻ ലാ യസ്അലുക്കും, മൻ ഒരാളെ, ലാ യസ്അലുക്കും, ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നില്ല, ലാ യസ്അലുക്കും, ആ വ്യക്തി നിങ്ങളോട് അജ്റൻ, ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. നിങ്ങളോട് ഈ ദീനൊക്കെ വന്ന് പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് പ്രത്യേകമായ ഉപകാരങ്ങൾ തരണം, ദുന്യാവിലെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരണം എന്നൊന്നുമല്ലല്ലോ അവർ നിങ്ങളോട് വന്നിട്ട് പറയുന്നത്. അവർ നിങ്ങളോടെന്തോ ചോദിച്ചോ? അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ആവശ്യപ്പെട്ടോ? നിങ്ങൾക്കിതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, നിങ്ങൾ ഞങ്ങൾക്ക് പകരം ഇന്നതുമൊക്കെ തരാമെന്നവർ ആവശ്യപ്പെട്ടോ? നിങ്ങളോട് വീട് ആവശ്യപ്പെട്ടോ? ധനം ആവശ്യപ്പെട്ടോ? മറ്റെന്തെങ്കിലും ഭൗതികമായ ലോകത്തുള്ള അധികാരം ആവശ്യപ്പെട്ടോ? ഒന്നും ചോദിക്കണില്ലല്ലോ. അവർ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് വന്ന് പറഞ്ഞു തരില്ലേ. അപ്പം അവരെത്ര ഗുണകാംക്ഷികളാണ്, എത്ര ആത്മാർത്ഥതയുള്ളവരാണവർ. അപ്പം എന്താണ് അവരുടെ ഗുണം പറഞ്ഞത്? നിങ്ങൾ പിൻപറ്റൂ. മൻ ലാ യസ്അലുക്കും അജ്റ, അവർ നിങ്ങളോട് എന്ത് ചോദിക്കുന്നില്ല? കൂലി ചോദിക്കുന്നില്ല, അജ്റൻ, ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല. മാത്രമല്ല വഹും, അവർ ആരുമായ സ്ഥിതിയിലാണ്, വഹും, അവർ മുഹ്തദൂൻ, അവർ നേർമാർഗം കിട്ടിയവരുമാണ്. അവർ നേർമാർഗത്തിലാണ് താനും, എന്നിട്ടവർ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നുമില്ല. അങ്ങനത്തെ നല്ല പ്രബോധകന്മാരല്ലേ, പ്രവാചകന്മാരല്ലേ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ആ വന്ന നബിമാരെ കുറിച്ച് അവർ പറഞ്ഞത്, നിങ്ങളോട് ഞങ്ങളൊരു കൂലിയും ചോദിക്കുന്നില്ല. എല്ലാ നബിമാരും അവരുടെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറയാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഖുൽ ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഞാനൊരു കൂലിയും ആവശ്യപ്പെടുന്നില്ല, എനിക്കുള്ള കൂലി എൻ്റെ റബ്ബാണ് തരുന്നത് എന്ന് നബിമാര് പറഞ്ഞിരുന്നു. അതേ സ്വഭാവക്കാരാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അവരിപ്പോൾ ഇത്രയും കാലം നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു. അവർ നിങ്ങളോട് വല്ലതും ആവശ്യപ്പെട്ടോ? ഭൗതികമായ വല്ല നേട്ടത്തിന് വേണ്ടിയുമാണോ അവർ നിങ്ങളുടെ സമീപിച്ചിരിക്കുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ ആഖിറം നന്നാവാനും നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുമാണ് അവർ നിങ്ങളോട് കൽപ്പിക്കുന്നത്. മാത്രമല്ല വഹും മുഹ്തദൂൻ, അതൊരു പ്രധാന പോയിന്റാണ്. അവർ സന്മാർഗം കിട്ടിയവരുമാണ്. അവരുടെ അവസ്ഥ എന്താണ്? വഹും, ആ വാവ് ഹാലിയാണ്. അവരുടെ ഹാലി ഹും, അവർ മുഹ്തദൂൻ, അവർ ആരുമാണ്? സന്മാർഗം കിട്ടിയവരുമാണ്. അവർ നിർമാർഗത്തിലൂടെയാണ് ചലിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊരാളെ സന്മാർഗത്തിലേക്കാണ് ക്ഷണിച്ചാൽ പോരാ. ആ ക്ഷണിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലും വേണം. എനിക്ക് സന്മാർഗം കിട്ടാതെ ഞാൻ ആരോടാ സന്മാർഗം പറയുന്നത്? എനിക്ക് സന്മാർഗം ആവശ്യമില്ലെങ്കിൽ ഞാനത് ആരുടെ മുമ്പിലാണ് ഞാനത് വിളമ്പുന്നത്? എനിക്കൊരു താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ മറ്റുള്ളവരോടത് പറയുന്നത്? അപ്പം സ്വയം നന്നാവണം. ഒരു പ്രബോധകൻ സ്വയം നന്നാവണം. അയാൾ പറയുന്ന കാര്യം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഉൾക്കൊള്ളാനാവാത്തത് അയാൾ പറയരുത്. അതിന് ഇഖ്ലാസ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ പിന്നെ ഇസ്രായേലിലെ സമൂഹങ്ങൾ, അവരിലെ ജൂത റബ്ബിമാർ, പുരോഹിതന്മാരൊക്കെ അഭിശപ്തരാവാൻ കാരണം എന്താ? ഒരു ജനങ്ങളോട് നന്മ കൽപ്പിച്ചു, സ്വന്തം കാര്യം എന്ത് ചെയ്തു? മറന്നു പോവുകയും ചെയ്തു. ഖുർആൻ അത് ചോദ്യം ചെയ്തു. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. സൂറത്തുൽ ബഖറ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി, എന്താ അവരോട് ജനങ്ങൾ അല്ലാഹു ചോദിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുന്നുവോ? എന്തുകൊണ്ട്? ബിൽ ബിർരി, പുണ്യകരമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ജനങ്ങളോട് അത് പറയുക. വതൻസൗന, നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു. അൻഫുസകും, നിങ്ങളുടെ കാര്യം നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു. നിങ്ങളാ കൽപ്പിക്കുന്ന കാര്യമൊന്നും നിങ്ങളുടെ ജീവിതത്തിലില്ല. അരുതെന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ജനങ്ങളോട് ഇതൊക്കെ പറയുന്നുണ്ട്. അതെന്ത് വർത്താനാ? അതെന്ത് കാര്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. നിങ്ങൾ വേദമൊക്കെ പാരായണം ചെയ്തിട്ട് നിങ്ങൾ ഈ സ്വഭാവക്കാരാ? അഫലാ തഅഖിലൂൻ, നിങ്ങളെന്താ ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് തൻ്റെ ഇടല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു അവരുടെ ആ ദുസ്വഭാവത്തെ എടുത്തു പറയുന്നുണ്ട്.
മാത്രമല്ല സൂറത്തു സഫിന്റെ തുടക്കത്തിലേ അള്ളാഹു ചോദിച്ചു, അള്ളാഹു വിളിച്ചു പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ. സ്നേഹത്തോടെ നമ്മുടെ റബ്ബിന്റെ വിളി, വിശ്വാസികളെ എന്ന് കേൾക്കുമ്പോൾ മുഴുവൻ വിശ്വാസികളുടെയും കണ്ണും കാതും കൽബും ആ പറയുന്നത് എന്താന്ന് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അതാണ് യാ അയ്യുഹല്ലദീന ആമനു. അല്ലാഹു വിളിക്കുകയാണ് വിശ്വാസികളെ. ഇനി എന്താ വിശ്വാസികളെ വിളിച്ചിട്ട് ചോദിക്കുന്നത്? ലിമ തഖൂലൂന, ലിമ തഖൂലൂന, നിങ്ങൾ എന്തിനാണ് പറയുന്നത്? മാ ലാ തഫ്അലൂന, നിങ്ങൾ ചെയ്യാത്തത്, നിങ്ങൾ ചെയ്യാൻ ഒരുക്കമില്ലാത്തത് നിങ്ങൾ എന്തിനാ പറയുന്നത് വിശ്വാസികളെ? എന്നിട്ട് അതിന്റെ ഗൗരവം പറഞ്ഞു. കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കോപത്താൽ കഠിനമായ കാര്യമാണെന്ത്? അൻ തഖൂലൂ, നിങ്ങൾ പറയുക എന്നത്, മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത്. അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കാത്തത് ജനങ്ങളോട് പറയുക എന്നുള്ളത് അള്ളാഹ്ക്ക് വലിയ വെറുപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വ്യക്തി ഓടിക്കതച്ച് വന്ന് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളോടൊരു ഭൗതികമായ നേട്ടവും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് ഗുണകാംക്ഷികളായി വന്നവരാണ് ഈ പ്രവാചകന്മാർ. ഒന്ന് മാത്രമല്ല, നിങ്ങളുടെ അവരെ ജീവിതത്തിലേക്കൊന്ന് നോക്ക്, അവരെത്ര നല്ല മനുഷ്യരാണ്. വഹും മുഹ്തദൂന, അവർ ഹിദായത്ത് ലഭിച്ചവരാണ്, അവർ സന്മാർഗത്തിലൂടെ ചരിക്കുന്നവരാണ്. അങ്ങനെയുള്ള നല്ല തങ്കം പോലെയുള്ള മനുഷ്യന്മാര് ഒരു ഭൗതികമായ നേട്ടവും നിങ്ങളിൽ നിന്ന് ചോദിക്കുകയോ കൊതിക്കുകയോ ചെയ്യാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളെ നിങ്ങൾക്ക് എന്താ പിൻപറ്റാത്തത്? ഇത്തബിഉ, അതുകൊണ്ട് പിൻപറ്റിക്കോളൂ. മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ എന്നിങ്ങനെ വളരെ ഗൗരവത്തോടു കൂടെ പറയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ജനങ്ങളോടൊരു കാര്യം പറയുന്നത് നമുക്ക് നിർബന്ധമാണ്. നമ്മൾ പഠിച്ചൊരു കാര്യം നമുക്ക് മറ്റൊരാളോട് പറയൽ നമുക്ക് എന്താണ്? നിർബന്ധമാണ്. അത് നമ്മളോട് അല്ലാഹു ഒരു റഹ്മത്തായിട്ട് ചെയ്തത് എന്തുകൊണ്ടാ? നമ്മളൊരാളോടൊരു കാര്യം പറയൽ നിർബന്ധമാവുമ്പോൾ നമ്മളത് പറയണം എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം നിർബന്ധമുണ്ട്. അതെന്താ? പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനും കൂടി പറ്റണം, ഞാനത് ചെയ്യുന്നവനാകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റൊരു വസ്തുവിലുള്ള അഴുക്ക് ശുദ്ധീകരിക്കുന്നതിലൂടെ സ്വന്തം കൈകളിലെ അഴുക്ക് എന്ത് ചെയ്യാണ്? നീങ്ങാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു വസ്ത്രം, അത് നമ്മുടെ ശരീരത്തിലില്ലാത്ത മറ്റൊരു വസ്തുവാണ്. ഒരു വസ്ത്രം നമ്മൾ സോപ്പിട്ട് അലക്കുന്നതിലൂടെ, അലക്കുന്നത് നമ്മളാണ്, ശുദ്ധീകരിക്കുന്നത് ഈ വസ്ത്രത്തെയാണ്. പക്ഷെ ആ വസ്ത്രത്തെ ശുദ്ധീകരിക്കാൻ നമ്മളത് കൈകളിലെടുത്ത് ശുദ്ധീകരിക്കുന്നതോടുകൂടി നമ്മുടെ കൈകളും കൂടെ എന്താവാണ്? ക്ലീൻ ആവാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിച്ചത് പറയല്ലവന് നിർബന്ധമാണ്. ആ നിർബന്ധമാക്കിയതിലൂടെ അവൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുക, പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട തത്വം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റഹ്മാനായ റബ്ബിൻ നമ്മളോട് ചെയ്തൊരു കാരുണ്യാണ്, നമ്മൾ ജനങ്ങളോട് നന്മ പറയണം എന്നുള്ള നമ്മോടുള്ള കൽപ്പന. നിങ്ങൾ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കണം എന്നുള്ള കൽപ്പന നമുക്ക് കൂടി നന്നാവാനാണ്. കാരണം എനിക്കൊരു മനസ്സാക്ഷി കുത്തുണ്ടാവും. എന്ത്? ഞാൻ ചെയ്യാത്തൊരു കാര്യം ഇങ്ങനെ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് കഴിയില്ല, എനിക്കത് പറയാൻ കഴിയില്ല. അത് പറയുന്നതിൻ്റെ ആത്മാർത്ഥത ഉണ്ടാവില്ല. നേരെ മറിച്ച് ആത്മാർത്ഥത ഉണ്ടാവണമെങ്കിൽ എനിക്കത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനത് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് പറയാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മനുഷ്യൻ വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞ 2 പോയിന്റും പ്രധാനമാണ്. അവർ നിങ്ങളോട് ജനങ്ങളിൽ നിന്ന് എന്തൊരു കൂലിയും ആവശ്യപ്പെടുന്നില്ല. ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, അള്ളാഹുവിൻ്റെ ദീൻ ഇപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്നതിൻ്റെ പേരിൽ, ഖുർആൻ തഹ്ഫീള് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിൻ്റെ പേരിൽ, അതേപോലെ തന്നെ ഇസ്ലാമികമായ ഇൽമുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിലൊക്കെ അതിന് പ്രതിഫലം ഒരാൾ സർക്കാരിൽ നിന്നോ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ വാങ്ങുന്നുവെങ്കിൽ അത് തെറ്റായ കാര്യമാകുമോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ സൗദി അറേബ്യയിൽ നിന്നൊരു ചോദ്യം വന്നു. മാ ഹുക്മു അഖ്ദിൽ ഉജ്റ അലാ തഹ്ഫീദിൽ ഖുർആനിൽ കരീം ഹൈസു ഇന്ന ലദൈനാ ഇമാമൻ ഫി ഖറിയത്തിനാ യഅഖുദു അജ്റൻ അലാ തഹ്ഫീദിൽ ഖുർആനിൽ ലിസ്ബിയാൻ. ഇതാണ് ചോദ്യം. ചുരുക്കി ഞാൻ പറയാണ്, അതായത് വിശുദ്ധ ഖുർആൻ തഹ്ഫീദ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ശർഈയായ കാര്യങ്ങളൊക്കെ അത് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഫലം സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഇമാം അങ്ങനെ കുട്ടികളെ തഹ്ഫീദ് പഠിപ്പിക്കുന്നതിന് പ്രതിഫലം അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ വിധി എന്താണ്? ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജവാബ്, ലാ ഹറജ ഫി അഖ്ദിൽ ഉജ്റതി അലാ തഅലീമിൽ ഖുർആനി വ തഅലീമിൽ ഇൽമി. ഖുർആൻ പഠിപ്പിക്കുന്നതിൻ്റെയോ ശർഈയായ ഇൽമുകൾ പഠിപ്പിക്കുന്നതിൻ്റെയോ പേരിൽ അങ്ങനെ പ്രതിഫലം വാങ്ങുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം ഇവിടെ അന്നന്നാസ ഫി ഹാജത്തിൻ ഇല തഅലീം,
ജനങ്ങൾക്ക് തഅലീം ആവശ്യമായ ഒരു കാലഘട്ടം. വലി അന്നൽ മുഅല്ലിമ ഖദ് യശുഖു അലൈഹി ദാലിക വയുഅത്തിലുഹു തഅലീമു അനിൽ കസ്ബി, മറ്റൊരാൾക്ക് പഠിപ്പിക്കുവാനും അത് ജനങ്ങൾക്ക് ശർഈയായ കാര്യങ്ങൾ പകർന്നു നൽകുവാനും വേണ്ടി ഒരുങ്ങി തയ്യാറായി ഇരിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം വിട്ടുനിന്ന് ഇതിനു വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ സമയത്തെയും അധ്വാനത്തെയും അദ്ദേഹം ചെലവാക്കേണ്ടി വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റായ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് സമയമില്ലാത്തത്ര ഈ കാര്യത്തിൽ അദ്ദേഹം വ്യാപൃതനാകുന്നതിന് പകരമായി കൊണ്ടുള്ള പ്രതിഫലം അദ്ദേഹം സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് അദ്ദേഹം ഇതിൽ ഫത്വയായി കൊണ്ട് നൽകിയിട്ടുള്ളത്. ഇതേപോലെ തന്നെയുള്ള സമാനമായ ചോദ്യങ്ങൾ ധാരാളം സൗദി അറേബ്യയുടെ ലജ്നയുടെ മുമ്പിൽ, ഉലമാ ഉൽ ലജ്നത്തു ദായിമ ലിൽ ഇഫ്താ ഫത്വാ ബോർഡിൻ്റെ മുമ്പിലും ഇതേപോലെ തന്നെ ധാരാളം ചോദ്യങ്ങൾ ഈ വിഷയകമായി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നല്ല നല്ല കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രതിഫലം വാങ്ങുമ്പോൾ അത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, പ്രതിഫലത്തിനായി മാത്രം അതിൻ്റെ പേരിൽ മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യൽ, അത് ഇഖ്ലാസില്ലായ്മയും പരലോകത്ത് പ്രതിഫലം കിട്ടാത്ത കാര്യവുമായിരിക്കും. അതേ അവസരത്തിൽ തൻ്റെ ദുന്യവിയായ കാര്യങ്ങളും കൂടി നടന്നു പോകണം, എന്നാൽ താൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയം നീക്കിവെക്കുന്നത് മുഖേന തനിക്ക് ജീവിതാവശ്യങ്ങൾക്കുള്ള അധ്വാനത്തിനുള്ള സമയങ്ങൾ ലഭിക്കായിക കാരണത്താൽ പകരമായി കൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ പ്രതിഫലങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തിൻ്റെ കൂലി എന്ന നിലക്കല്ല, തൻ്റെ സമയം ഇതിൽ വിനിയോഗിക്കുന്നതിൻ്റെ കാരണത്താൽ തൻ്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഞാനിത് വാങ്ങുന്നു എന്ന ആ ഒരു സദുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാകുമ്പോൾ അതിന് യാതൊരു വിരോധവുമില്ല എന്നൊക്കെ ഈ വിഷയത്തിൽ ഉലമാ ഉൽ ലജ്നയുടെ ഫത്വകളിലും ചോദ്യോത്തരങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ഇസ്ലാമികമായി ഇവിടെ ഈ ഒരു പ്രവൃത്തി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിർബന്ധമായൊരു കാര്യമാണ് എന്ന് അല്ലാഹു തആല നിശ്ചയിച്ചതും അതേപോലെ തന്നെ അവരവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് താൻ പറയുന്നതിന് ജനങ്ങളുടെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവുക. തൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യവുമായിട്ടൊരു ബന്ധവും ഒരു വ്യക്തിക്കില്ലെങ്കിൽ അയാളുടെ വർത്തമാനത്തിന് സമൂഹത്തിന് പുല്ലുവരെയായിരിക്കും. ഒരു വലിയ ആളുകൾ കൽപ്പിക്കുകയില്ല. അയാളെന്ത് പറഞ്ഞിട്ടെന്താ, അയാൾ ജീവിതത്തിൽ ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. എന്ത്? ഈ നന്നാവാദ്യം എല്ലാവരും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് പരിഗണിച്ചിട്ടുണ്ട്. അതിന് നോക്കണ്ട, അയാൾ നന്നായിട്ടുണ്ടോ അല്ലേ നോക്കണം, പറയുന്ന കാര്യം നോക്കിയാൽ പോരാ, പറയുന്ന കാര്യമൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതോടൊപ്പം ഈ പറയുന്ന ആളും കൂടി എന്താവണം, തനിക്കും കൂടി, അപ്പോഴല്ലേ അത് ആത്മാർത്ഥ രൂപത്തിലുള്ള കാര്യമാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മഹാന്മാരായ ഈ പ്രവാചകന്മാരെ നിങ്ങൾക്ക് തള്ളിക്കളയാനും നിഷേധിക്കാനും എന്ത് ന്യായമാ ജനങ്ങളെ ഉള്ളത്? അത്രത്തോളം നല്ല മനുഷ്യരല്ലേ, ഈ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയവരല്ലേ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളോടിത് പറയുന്നത് എന്ന് ആ മനുഷ്യൻ വന്ന് പറയണം. നോക്കണം നിങ്ങൾ ആ മനുഷ്യൻ്റെ ഒരു അധ്വാനം. എന്തിനാ അദ്ദേഹം അഖ്സൽ മദീനയിൽ നിന്ന് വന്നത്? നമ്മളൊക്കെ അത് പഠിക്കണം, നമ്മൾ ആലോചിക്കണം. ഉജാമിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആദ് യാസീൻ ഓതുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടി വരണം, എന്തിനാണ് ആ മനുഷ്യൻ പട്ടണത്തിൻ്റെ അങ്ങേ തലക്കൽ നിന്ന് ഓടിക്കതച്ച് വന്നത്? സമ്പാദിക്കാൻ വന്നതാ? ജോലി ചെയ്യാൻ വന്നതാ? എന്തിനാ വന്ന്? ടൂർ വന്നതാ? എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ വന്നതാ? ചിന്തിക്കും, എന്തിനാ വന്ന്? ജനങ്ങളോട് ദഅവത്ത് നടത്താനാ വരുന്നത്. അപ്പം നമുക്ക് ആ ബാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കണ്ടോ, തൻ്റെ നാട്ടുകാർ ദുഷിക്കാൻ പോവാണ്, തൻ്റെ നാട്ടുകാർക്ക് ശിക്ഷ ഇറങ്ങും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നാട്ടുകാരെ നന്നാക്കണം, ഉപദേശിക്കണം, അവരെ പെട്ടെന്ന് അവരിപ്പോൾ അകപ്പെട്ടിട്ടുള്ള ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന വല്ലാത്തൊരു ഗുണകാംക്ഷയുള്ള മനസ്സാണ് ആ മനുഷ്യനെ പട്ടണത്തിൻ്റെ അങ്ങേ തലക്കൽ നിന്ന് ഇങ്ങേ തലക്കൽക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതിൽ നമുക്ക് പാടുണ്ട്. നമുക്കൊന്നും ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല. ജനങ്ങൾക്ക് ഇസ്ലാം എത്തിയിട്ടില്ലാത്ത നിരീശ്വരവാദികളുണ്ട്. അല്ലല്ലാ എന്ന് പറയുന്ന ഒരു റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നവരൊരു ഭാഗത്ത്, അങ്ങനെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള കക്ഷികൾ, ഇനി ഇസ്ലാമിൻ്റെ അകത്തുള്ള കക്ഷികൾ, മറ്റു മതത്തിലുള്ള ആളുകൾ, ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവര്, ഇസ്ലാമിൻ്റെ അകത്തുള്ള ആളുകൾ ഇതിനെ തെറ്റിദ്ധരിച്ചവര്, ഇവരോടൊക്കെ ഈ ഇസ്ലാമിൻ്റെ സന്ദേശം ഈ മനുഷ്യനെ പോലെ ഓടി വന്ന് പറയേണ്ട കടമ നമുക്കില്ലേ? അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുക, ജീവിതത്തിൽ എനിക്ക് എത്ര വയസ്സായി? ഇക്കാലയളവിൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ ഇസ്ലാമിനെ കുറിച്ച് ആരോടൊക്കെയാണ് ഞാൻ ഉത്ബോധിപ്പിച്ചത്? ഞാൻ ആരോടാ പറഞ്ഞത്? എൻ്റെ ബാപ്പയോട് പറഞ്ഞോ? ഉമ്മയോട് പറഞ്ഞോ? എൻ്റെ സിസ്റ്ററോട് പറഞ്ഞോ?
നിന്റെ പെങ്ങളോട് പറഞ്ഞോ, ബ്രദറോട് പറഞ്ഞോ, മൂത്താപ്പയോട്, എളാപ്പയോട്, ബന്ധപ്പെട്ടവരോട്, അയൽക്കാരോട്, നാട്ടുകാരോടൊക്കെ പറഞ്ഞോ? ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഇബ്ലീസ് നമ്മളോട് പറയാം, അപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും നന്നാവില്ല, എന്നെക്കാണ് വലിയ ആൾക്കാർ പറഞ്ഞിട്ട് നന്നായിട്ടില്ല, പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്തിനാ പറയുന്നത്? അങ്ങനെ ചിന്തിക്കരുത്. അത് ഇബ്ലീസിന്റെ ചിന്താഗതിയാണ്. മറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താ? ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരോ, ഇദ്ദേഹത്തിന്റെ രക്തബന്ധുക്കളോ, മക്കളോ, ബാപ്പേ ഉമ്മയൊന്നുമല്ല ഈ റജുലിന്റെ. കാരണം അതിന്റെ അർത്ഥം ഇയാളെ അക്സൽ മദീന, നാടിന്റെ അങ്ങേ തലക്കല്ലെന്ന് എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ നാട്ടുകാരിതാ അവരിലേക്ക് വന്ന നല്ല തങ്കക്കട്ടികളായ നബിമാരെ കളവാക്കിയിട്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ ഓടിക്കതച്ച് വന്നതാണ് ആ മനുഷ്യൻ. അവിടെയാ നമ്മൾ അതിൽ ഉൾക്കൊള്ളേണ്ട പാഠം. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സമൂഹം ദുഷിക്കുന്നു, നമ്മുടെ കുടുംബത്തിലെ മെമ്പർമാര് ദുഷിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലെ മെമ്പർമാര് ദുഷിക്കുന്നുണ്ട്, എനിക്ക് വിവരം കിട്ടുന്നുണ്ട്, എന്നിട്ട് ഞാൻ അവരിലേക്ക് ഓടിക്കതച്ച് എന്തുത്ബോധനമാ പറഞ്ഞത്? ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റുവീ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുമല്ല യസ്അലുക്കും അജ്റ, നിങ്ങളോട് ഇതിന്റെ പേരിൽ ഒരു കൂലിയും അവർ ചോദിക്കുന്നില്ല. വഹും മുഹ്തദൂൻ, അവരാകട്ടെ നേർമാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്ന മനുഷ്യന്മാരുമാണ്. നിങ്ങൾക്ക് അവരെ പിൻപറ്റിക്കൂടെ? നിങ്ങൾ അവരെ പിൻപറ്റൂ, നിങ്ങളിങ്ങനെ നിഷേധികളാവല്ലേ എന്നിങ്ങനെ വളരെ ഗുണകാംക്ഷയോട് ആ മനുഷ്യൻ ഓടിക്കരച്ചുവെന്ന് പറയുന്നു. അതിൽ നമുക്ക് പാഠമുണ്ട് എന്ന് ഞാൻ പറയുന്നത്. നമുക്കും ഇങ്ങനെ വിവരം കിട്ടുന്നുണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളോടും ചോദിക്കും. എൻ്റെ ദീനിൽ നിന്ന് അകന്നു പോയ ജനങ്ങളെ നന്നാക്കാൻ നിന്റെ വകയായി നീ എന്ത് ചെയ്തു എന്ന് എന്നോടും നിങ്ങളോടും അള്ളാഹു ചോദിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വഅൻ ഇൽമിഹി, ഒരു മനുഷ്യന്റെ അറിവിനെ കുറിച്ച് നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കും, നീ എന്താണ് ആ അറിവനുസരിച്ച് അമൽ ചെയ്തത്? എല്ലാവരോടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തൊന്നും ആരും ഒഴിവാവില്ല. അപ്പം നമ്മളോട് ചോദിക്കണം, അള്ളാഹ് എനിക്ക് ഇത്രയും കാലമായില്ലേ, ഞാൻ അള്ളാഹിൻ്റെ ദീനിലേക്ക് എത്ര ആളെ ക്ഷണിച്ചിട്ടുണ്ട്? അതിന് വലിയ പ്രാസംഗികനാവണമെന്നോ വലിയ എഴുത്തുകാരൻ റൈറ്റർ ആവണമെന്നൊന്നുമില്ല. എനിക്കറിഞ്ഞൊരു കാര്യം അത് അറിയാത്ത ഒരാളെ കണ്ട അയാളോട് ഞാൻ പറഞ്ഞു കൊടുക്കുക. അത് ചിലപ്പോൾ എൻ്റെ കുടുംബക്കാരനാവും, ചിലപ്പോൾ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവരാകും, ചിലപ്പോൾ എൻ്റെ കൊളീഗും ആവും. ആരാണോ ബന്ധപ്പെട്ട ആരാണോ അവരുമായൊക്കെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാം പറയണമെന്നാണ് നമ്മളെ കടമയാണ്. സുഹൃത്തുക്കളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലിട്ടപ്പോൾ വരെ അദ്ദേഹം അവിടെ ദഅവത്ത് നടത്തി നമ്മൾ പഠിച്ചിട്ടില്ലേ? യൂസുഫ് നബി ജയിലിലിട്ടപ്പോൾ വരെ സഹ തടവുകാരോട് തൗഹീദ് പറഞ്ഞ നബിയാണത്. കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി തൗഹീദ് പറഞ്ഞു. അല്ലെങ്കിൽ ജയിലിൽ ഇപ്പൊ യൂസുഫ് നബിക്ക് ദഅവത്ത് നടത്താൻ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വല്ല ബാധ്യത ഉണ്ടായിരുന്നു. കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്താനാണ്. എപ്പോഴാണ് നമ്മൾക്കൊരു ചാൻസ് വീണ് കിട്ടുന്നത് അത് ശരിക്കും ഉപയോഗപ്പെടുത്തണം. എന്തിന്? അള്ളാന്റെ ദീന് പറയാൻ. അല്ല നമുക്കൊന്നും നേടാനൊന്നുമല്ല, നമുക്ക് നേടണം പരലോകത്ത്. അപ്പൊ കിട്ടുന്ന ചാൻസ് അതറിയാത്ത എത്രയോ ആളുകൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആയിരങ്ങളുണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ചുറ്റും. പലവിധ തെറ്റിദ്ധാരണയിൽ നടക്കുകയാണ് ആളുകൾ. ഒരു തെറ്റിദ്ധാരണ നമ്മൾ മുഖേന തീർക്കാൻ പറ്റിയാൽ അതൊക്കെ വലിയ നിഅമത്തല്ലേ, ആണാവട്ടെ പെണ്ണാവട്ടെ. ആ ദൗത്യമാണ് ഇവിടെ അഖ്സൽ മദീനയിൽ നിന്ന് ഒരു റജുല് ഓടിക്കതച്ച് വന്ന് നിർവഹിക്കുന്നത്. ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഷഹീദായി. ചരിത്രം ശേഷം വരുന്നുണ്ട്. ആ മനുഷ്യനെ ജനങ്ങൾ കൊന്നു, മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ജനങ്ങളോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റി പിടിച്ചു. ആദ്യം വന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണ്? ഈ നബിമാരുടെ മദ്ഹ പറഞ്ഞു അല്ലേ? ആദ്യം ഈ ജനങ്ങളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ മുർസലീങ്ങൾ എന്ത് ചെയ്യണം? പിൻപറ്റണം. എന്നിട്ട് അതിന് കാരണം എന്താ പറഞ്ഞത്? അദ്ദേഹം പിൻപറ്റാൻ പറഞ്ഞ നബിമാരുടെ മദ്ഹ് പറഞ്ഞു കൊടുത്തു. അവരിങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ളവരാ, അതുകൊണ്ട് നിങ്ങൾ അവരെ പിൻപറ്റിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ജനങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹിനെ മാത്രം ആരാധിച്ചുകൂടാ എന്നല്ല ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലി നോക്കണം. വളരെ തന്ത്രപരമായിട്ട് അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. സ്വന്തത്തോടാ ചോദിക്കുന്നത്, പക്ഷേ അവരോടാ ചോദ്യം. സ്വന്തത്തോട് പറയും പോലെയാണ്. എന്താ പറയുന്നത്? വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ, വമാലിയ എനിക്കെന്താണ്, വമാലിയ എനിക്കെന്താണ്, ലാ അഅ്ബുദുല്ലദീ ഫതറനീ, എന്നെ സൃഷ്ടിച്ചവനായ ഒരുവനെ മാത്രം ആരാധിക്കാതിരിക്കാൻ,
എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് മാർഗമാണുള്ളത്, എനിക്കെന്ത് കാരണമാണുള്ളത്? എന്താണ് പ്രയോഗം? ഒമാലിയ, എനിക്കെന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്കെന്ത് കാരണമുള്ളത്? എന്തിന്? ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കാതിരിക്കാൻ. എങ്ങനെയുള്ളവനെ? അല്ലദീ ഫതറനീ, അവനാരാണ്? അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാ ഉള്ളത്? ആ ചോദ്യത്തിന്റെ പൊരുൾ എന്താ? നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ മാത്രം ആരാധിക്കാതിരിക്കാൻ നിങ്ങൾക്കെന്താ കാരണമുള്ളത്? അത് ചോദിക്കും പോലെ തൻ്റെ കാര്യം പറയാണ്. അവർക്ക് ചൂടാവണ്ടല്ലോ, അവനാന്റെ കാര്യം പറയാം, അവനാന്റെ കാര്യം പറയാം. ഒമാലിയ, എനിക്കെന്താണുള്ളത്? അർത്ഥം പറയണം, അങ്ങനെ പറയണം കേട്ടോ. ഒമാലിയ, എനിക്കെന്താണുള്ളത്? എന്ത് കാരണമാണുള്ളത്? എന്തിന്? ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കാതിരിക്കാൻ. എങ്ങനെയുള്ളവനെ? അല്ലദീ ഫതറനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. അപ്പൊ എന്നെ സൃഷ്ടിച്ചവനായ ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല ഇലൈഹി തുർജഊൻ, അവൻ്റെ അടുക്കലേക്കാണ് നിങ്ങളും മടക്കപ്പെടുന്നത്. ഞാനും നിങ്ങളൊക്കെ മടക്കപ്പെടുന്നത് ആ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. പിന്നെ അവനെ ആരാധിക്കാതിരിക്കാൻ പിന്നെ എന്താ നമുക്ക് ന്യായമുള്ളത്? രണ്ട് കാരണമാണ് ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന്, എനിക്കെൻ്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമുള്ളത്? കാരണം അല്ലദീ ഫതറനി, അവനാണ് എന്നെ പടച്ചവൻ. അപ്പം മഅ്ബൂദിന്, ആരാധ്യനുണ്ടായിരിക്കേണ്ടുന്ന ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ്? ഖാലിഖായിരിക്കണം. ഒരാൾ മഅ്ബൂദാവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? സൃഷ്ടാവായിരിക്കണം. സൃഷ്ടാവ് ഇവിടെ ലോകത്താരെങ്കിലും ഉണ്ടോ? ഇല്ല. ഫതറനീ എന്നാ പറഞ്ഞത്, എന്നെ സൃഷ്ടിക്കുക. ഖലഖ, ഫതറ, അതുപോലെ തന്നെ പിന്നെ ഖാലിഖുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്, അതിൻ്റെ അർത്ഥം തന്നെ. ഫാത്തിറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്, അതിൻ്റെ അർത്ഥം തന്നെ. ബദീഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്. മൂന്നും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ മൂന്നും മൂന്നാണ്. ഫാത്തിറും ബദീഉം എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവനാണ്. ഖാലിഖ് ഒരു പക്ഷേ മുൻ മാതൃകയിൽ നിന്ന് സൃഷ്ടിക്കാം. ഇവിടെ മുമ്പുള്ളൊരു മോഡൽ പോലൊരു മോഡൽ വേറെ ആൾക്ക് ഉണ്ടാക്കാം. ഒരു ടേബിള്, ഈ ടേബിളിൻ്റെ ഒരു മോഡൽ വേറൊരു ആശാരിക്ക്, കാർപ്പൻ്റർക്ക് ഉണ്ടാക്കാം. അതേ അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഖൽഖ് എന്ന് പറയുന്നത് എന്താണ്? മുൻ മോഡൽ കൂടാതെ, മിൻ ഗൈരി മിസാലിൻ സാബിഖിൻ, ഒരു മുൻ മോഡൽ കൂടാതെയാണ് റബ്ബ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതാണ് ഫാത്തിർ, അതാണ് ബദീഉ, പുതുനിർമ്മിതിയാണൊക്കെ. ഇവിടെ അള്ളാഹു എന്തൊരു ഉദ്ദേശാക്കുൻ പറയാൻ ഉണ്ടാകുകയാണ്. അങ്ങനെയുള്ളവനാണ് അള്ളാഹു. അങ്ങനെയുള്ളവൻ ഇവിടെ പ്രപഞ്ചത്തിൽ ആരാ ഉള്ളത്? അള്ളാഹ് അല്ലാതെ. അപ്പം അതുകൊണ്ട് അവനെ മാത്രമേ എന്ത് ചെയ്യാവൂ? ആരാധിക്കാവൂ. അത് അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് മാനവ സമൂഹത്തോട് വിളിച്ച് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ പ്രഥമ ആയത്ത് സൂറത്തുൽ ബഖറ. തലക്കുന്ന അൽ-ഫാത്തിഹ കഴിഞ്ഞിട്ട് അൽ-ബഖറ ഇങ്ങനെ ഓതിപ്പോരുമ്പോൾ കാണുന്ന ഒന്നാമത്തെ വിളിയുണ്ട്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. അതിലത്തെ വിഷയം എന്താ? ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവീൻ. ആരാണവൻ? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുൻപുള്ളവരെയും പടച്ചവൻ. അപ്പോൾ ഇബാദത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഖാലിഖിന് മാത്രമാണ്. ഖാലിഖ് റബ്ബല്ലാതെയുണ്ടോ? റബ്ബല്ലാതെ വല്ലവരും പടച്ചവനുണ്ടോ? ഇല്ല. റബ്ബല്ലാതെ ആരും പടച്ചിട്ടില്ല, ഒന്നിനെയും പടച്ചിട്ടില്ല. ഖുർആനിന്റെ വെല്ലുവിളിയാണത്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ വല്ല പടച്ചവന്മാരുമുണ്ടോ? ഖുർആന്റെ ചോദ്യം. മറ്റൊരു സ്ഥലത്ത് ചോദിച്ചു, അറൂനി, എനിക്ക് കാണിച്ചതായോ, മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, റബ്ബല്ലാത്തവരെ എന്തിനെയാണ് ഇവിടെ പടച്ചതെന്നൊന്ന് കാണിക്കാമോ? അള്ളാഹുടെ വെല്ലുവിളിയാണ്. ഇവിടെ ആർക്കെങ്കിലും സാധിക്കോ? ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനെ പടച്ചത് അല്ലല്ല, ഇത് വേറെ ആൾ പടച്ചതാന്ന് പറയാൻ പറ്റുമോ? പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാരണം പറഞ്ഞതെന്താണ്? അവനാണ് പടച്ചവൻ, അവനാണ് ഖാലിഖ്. ഇവിടെ ഈ മനുഷ്യൻ വന്നിട്ടും ജനങ്ങളോട് പറയുന്നത് എന്താ? ഒമാലിയ, എനിക്കെന്താ കാരണമുള്ളത്? എനിക്കെന്ത് തടസ്സമാണുള്ളത്? ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കാതിരിക്കാൻ ആരെ? അല്ലദീ ഫതറനീ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ.
എന്നെ സൃഷ്ടിച്ചവനായ എൻ്റെ റബ്ബിനെയല്ലേ ഞാൻ ആരാധിക്കേണ്ടത്? അവനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർന്നില്ല, അവരോട് പറഞ്ഞു ഇലൈഹി, ആ സ്രഷ്ടാവിലേക്ക് തന്നെയാണ് തുർജഊന, നിങ്ങൾ മടക്കപ്പെടുന്നത്. മരണാനന്തരം നമ്മളെല്ലാവരും ആ പടച്ചോൻ്റെ കോടതിയിലാണ് പോയിട്ട് നിൽക്കേണ്ടി വരിക. അങ്ങനത്തെ അള്ളാനെ മാത്രം ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമുള്ളത്? അപ്പം എൻ്റെ കാര്യം ഞാൻ പറയണേ, എനിക്കതിനല്ലാതെ ന്യായം ഞാൻ കാണുന്നില്ല എന്ന് ആ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞതെന്തിനാ? നിങ്ങൾക്കും വേറെ ന്യായമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളും ഏകനായ ആ അള്ളാഹുവിനെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് തടസ്സമാണുള്ളത് എന്നാണ് ആ നല്ലവനായ മനുഷ്യൻ പട്ടണത്തിൻ്റെ അങ്ങേ തലക്കൽ നിന്ന് ഓടിക്കതച്ചു വന്നിട്ട് ഈ ജനങ്ങളോട് തൗഹീദ് പറയണം. വമാ ലിയ ലാ അഅ്ബുദുൽ ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ അഅത്തഖിദു, ഞാൻ സ്വീകരിക്കുകയോ? അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം, അഅത്തഖിദു, ഞാൻ സ്വീകരിക്കുകയോ? അങ്ങനെ അർത്ഥം പറയേണ്ടത്, അഅത്തഖിദു, ഞാൻ സ്വീകരിക്കുകയോ? മിൻ ദൂനിഹി, അവന് പുറമെ, ആ ഏകനായ സ്രഷ്ടാവിന് പുറമെ ഞാൻ സ്വീകരിക്കുകയോ? ആലിഹത്തൻ, ആരാധ്യന്മാരെ, മറ്റു ഇലാഹുകളെ, മറ്റു ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ? അതെനിക്ക് പറ്റൂലല്ലോ. ഇതിനെന്താ ന്യായം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അല്ലാത്തൊരു ഇലാഹിനെ ആരാധിക്കുക എന്നുള്ളതല്ലാതെ ആ ആരാധ്യന് പുറമെ മറ്റു ആലിഹത്തുകളെ ആരാധ്യരായി സ്വീകരിക്കുക എന്നുള്ളത് എനിക്ക് പറ്റൂലല്ലോ, എനിക്കത് പാടില്ലല്ലോ എന്നിങ്ങനെ പറയാൻ. എന്തുകൊണ്ട്? തുടർന്നുകൊണ്ട് അദ്ദേഹം അതിനുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ട് ഒരു കാര്യമല്ല, വെറുതെയാണത്. മറ്റുള്ള ഇലാഹുകളെന്ന് പറയപ്പെടുന്ന വ്യാജ ദൈവങ്ങൾക്ക്, ആരാധ്യർക്ക് ഒന്നിനും കഴിയില്ല എന്നൊക്കെ അവരുടെ നിസ്സഹായാവസ്ഥ കൂടി തുടർന്നുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കതും അതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, ഈ ഒരു മനുഷ്യൻ്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കരുത്. യാസീൻ സൂറത്തിൽ പറഞ്ഞ ഈ നല്ലവനായ മനുഷ്യൻ്റെ ആ ഒരു സന്മനസ്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുണകാംക്ഷ നിർഭരമായ മനസ്സ്, ഞാനാണ് സ്വർഗത്ത് പോയാൽ മതി, ഞാനെന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കണത് എന്ന ചിന്തയാണ്, ഇന്ന് സ്വാർത്ഥതയാണ് ലോകത്ത് എല്ലാവർക്കും ഉള്ളത്. ഞാൻ നന്നായപ്പോൾ എന്തിനാ മറ്റുള്ളവരോട് പറയണത്? അവരാരെ മൂക്കിൻ്റെ മുമ്പിലുള്ളവരോടും കൂടി നമ്മൾ മുണ്ടൂല. അവനാൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തെറ്റ് വിളയാടുന്നത് കണ്ടാൽ വരെ മൗനം പാലിക്കും നമ്മൾ. അവനാൻ്റെ മൂക്കിൻ്റെ മുമ്പിൽ നടക്കുന്ന ആഭാസത്തരങ്ങൾക്കെതിരെ, വൃത്തികേടുകൾക്കെതിരെ പോലും നമ്മൾ മൗനം പാലിക്കും. അങ്ങനത്തെ നമ്മളാണ് യാസീൻ സൂറത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നത്. അദ്ദേഹം എവിടുന്നാ വരുന്നത്? ആ പ്രയോഗമൊക്കെ അള്ളാഹ് അതിനാ നമ്മളെ പഠിപ്പിച്ചത്. അലി വജാ റജുൽ എന്ന് പറഞ്ഞാൽ പോരെ, ആരാപ്പാ അല്ലാന്ന് പറയാൻ പോണ്? ഖുർആനിൻ്റെ ഓരോ പ്രയോഗവും നമുക്ക് പാഠമാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? എന്താ ഇവിടെ അല്ലാഹു തആല പറഞ്ഞത്? വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ, നാടിൻ്റെ അങ്ങേ തലക്കൽ നിന്ന് ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ പോരെ? പക്ഷേ അത് മാത്രമല്ല, യസ്ആ എന്നും കൂടെ പറഞ്ഞു. എന്താ അതിൽ അതിനും പാടണ്ടേ? ഓടിക്കതച്ചു എന്ന് പറഞ്ഞു. ആഹാ, അത്ര വലിയ സീരിയസ് ആണ് വിഷയമല്ലേ? അതേന്ന് സമൂഹത്തിൽ തിന്മ വിളയാടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മൗനം പാലിച്ചിട്ട് ഞാൻ മിണ്ടാതെയാണ് മരിച്ചുപോയി, ഞാൻ കുറ്റക്കാരനാവുന്നു പേടിച്ചിട്ടാണ് ആ മനുഷ്യൻ ഓടിക്കതച്ച് അങ്ങേതോ ദൂരദേശത്ത് നിന്ന് ഓടിക്കതച്ച് അദ്ദേഹം വന്ന് തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത്. ഈ ഡ്യൂട്ടി അദ്ദേഹത്തിന് കൂലി നിശ്ചയിച്ച, ശമ്പളം നിശ്ചയിച്ച ഡ്യൂട്ടിയൊന്നുമല്ല. പരലോക ബോധവും അള്ളാഹിൻ്റെ അടുക്കൽ തനിക്ക് രക്ഷപ്പെടണം എന്നുള്ള മോഹം കൊണ്ടാണ്. ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പാഠമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. എൻ്റെയും കൺമുമ്പിലും എൻ്റെ അറിവിലും എൻ്റെ കുടുംബത്തിലും ഇതുപോലെ തിന്മകളിൽപ്പെട്ട് ഉഴലുന്ന ഒരുപടി ജനങ്ങളുണ്ട്. അവരുടെ മുമ്പിൽ പോയി സത്യം ഉറക്കെ വിളിച്ചു പറയുക എന്നുള്ളത് ഈ യാസീൻ സൂറത്തിലെ ഈ റജുലായ നല്ലവനായ മനുഷ്യൻ്റെ മാത്രം ഡ്യൂട്ടിയല്ല, ഇതെൻ്റെ കൂടി ഡ്യൂട്ടിയാണെന്ന് ഞാനും നിങ്ങളും പഠിക്കണം സുഹൃത്തുക്കളെ. അതാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ നേടേണ്ട പ്രധാനപ്പെട്ട പാഠം. അത് നമ്മൾ ചെയ്യണം. ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അവരവരെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഉപദേശങ്ങളൊക്കെ ആദ്യം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വഅൻദിർ അശീറതകൽ അഖറബീൻ, നിന്റെ അടുത്ത ബന്ധുക്കളോട് നീ താക്കീത് ചെയ്യുക എന്നാണ്. നന്നാവലും നന്നാവാതിരിക്കലൊന്നും പ്രശ്നമാക്കരുത് എന്ന് ഞാൻ അടിവരയിട്ട് പിന്നെയും പറയണം. കാരണം നമുക്ക് പെട്ടെന്ന് നിരാശ വരിക എപ്പോഴാണ്? നമ്മൾ പറഞ്ഞിട്ട് ഒരാൾ നന്നാവിടില്ലെങ്കിൽ നമുക്ക് നിരാശ വേണ്ട.
പറയാനേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സ് നന്നാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല, അത് അല്ലാഹുവിൻ്റെ കൈകളിലാണ്. റബ്ബ് വിചാരിച്ചവർക്ക് മാത്രമേ ആ ഹിദായത്തിൻ്റെ നൂറ് കിട്ടുള്ളൂ. പക്ഷേ അത് എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും കുറ്റക്കാരാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു വലിയ മെസ്സേജാണ് ഇന്നത്തെ ആയത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയ മെസ്സേജുകളൊക്കെ വളരെ ഗുരുതരമാണ്, ഗൗരവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാധ്യതാ നിർവഹണത്തിൻ്റെ മേഖലയിൽ നമ്മൾ സ്വയം നന്നാകുന്നതോടൊപ്പം തനിക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവരിലേക്കും പ്രസരിപ്പിക്കുവാൻ നമ്മളാകുന്ന വിധത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ നമ്മുടെയും സഹകരണങ്ങളും സഹായങ്ങളും നമ്മുടേതായ മാൻ പവറുകളും അതുപോലെ തന്നെ നമ്മുടേതായ മാലിയായ സാമ്പത്തികമായ പവറുകളുമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിലൂടെ മാത്രമായിരിക്കും പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ ബോധമുള്ള നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വയം നന്നാകുവാനും കഴിയാവുന്നത്ര ആളുകളിലേക്ക് ഈ മെസ്സേജുകൾ പകർന്നു കൊടുക്കുവാനും ഒക്കെയുള്ളൊരു തൗഫീഖ്, അള്ളാഹു ആഫിയത്തുള്ള ഒരു ദീർഘായുസ് നമുക്കൊക്കെ റബ്ബ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വന്നുപോയിട്ടുള്ള ഇഖ്ലാസിൻ്റെ കമ്മികൾ റഹ്മാനായ റബ്ബ് പരിഹരിച്ചു തരട്ടെ. ഈമാനും തഖ്വയും ഒക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.